ഞങ്ങൾ പറഞ്ഞത് പാലക്കാട് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിസ്മയം തീർക്കുന്ന വിജയം UDF ഉണ്ടാകുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും സംഭവിക്കും. നിങ്ങളെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ വിസ്മയ തുമ്പത്ത് നിർത്താനാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പം അതിന് മുമ്പേ ആ വിസ്മയം പുറത്തുവിടാൻ താല്പര്യമില്ല. മാത്രമല്ല UDF വളരെ ശക്തമായി പ്രവർത്തിക്കുക. UDF തിരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ LDFിൻ്റെ സ്ഥിതി മറിച്ചാണ്. അഭിപ്രായ വ്യത്യാസവും അന്തഛിദ്രവും. നിങ്ങൾക്കറിയാം, പതിറ്റാണ്ടുകളോളം VSൻ്റെ വിശ്വസ്തനായിട്ടുള്ള ആയിരുന്ന ശ്രീ സുരേഷ്, അദ്ദേഹത്തിൻ്റെ PA എന്നുള്ളതിനേക്കാൾ ഉപരി സന്തത സഹചാരിയാണ്. അപ്പോൾ അത് കേരള സംസ്ഥാനത്ത് ഉണ്ടാക്കിയ ചലനം ചെറുതല്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് VSനെ അറിയപ്പെടുന്നതും ജനങ്ങൾ അറിഞ്ഞതും. അപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസം മുറുകെ പിടിച്ചുകൊണ്ട് മരണം വരെ പോരാടിയ ഒരു സഖാവാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു സന്തത സഹചാരിയായി നിന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സുരേഷിൻ്റെ ആ പാർട്ടിയോട് വിട പറഞ്ഞതും അതുപോലെ ആ നയങ്ങളോട് മുഖം തിരിച്ചതും ഒരു സൂചനയാണ്. ഇത് ഒരു സുരേഷല്ല, 100,000 സുരേഷുമാർ പാലക്കാട് ജില്ലയിലുണ്ട്. മറ നീക്കി പുറത്തു വരും. പലർക്കും പുറത്തു പറയാൻ ഭയമാണ്. TP കേസ് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പം തന്നെ അഭിപ്രായം പറഞ്ഞ ആളുകൾ അവരൊരു പുസ്തകം പ്രസിദ്ധീകരിച്ച അവരുടെ വീടിൻ്റെ മുമ്പിൽ റീത്ത വെച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ഒരു ജനാധിപത്യ സംവിധാനമുള്ള കേരളത്തിൽ ഇത്രയും സുതാര്യമായി രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നിടത്താണ് വീടിൻ്റെ മുമ്പിൽ റീത്ത് വെച്ച് മരണഭയം ഉണ്ടാക്കുകയാണ്. കൊലപാതകം നടത്തുമെന്നുള്ളതിൻ്റെ സൂചന. കാരണം നോർമലായിട്ട് ഒരാൾ മരിക്കുമ്പോഴല്ലേ റീത്ത് കൊണ്ടുപോവുക. അപ്പോൾ നിന്നെ കൊല്ലും എന്നുള്ള ഒരു ഭീഷണി CPM-നുള്ള ഒരു പാർട്ടി സ്വീകരിക്കണമെങ്കിൽ എത്രമാത്രം അവർ തരം താന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ജനങ്ങൾ വെറുക്കുന്ന ഒരു പാർട്ടിയായി, പാർട്ടി പ്രവർത്തകർ പോലും വെറുക്കുന്ന ഒരു പാർട്ടിയായി, ആ പാർട്ടിയുടെ എല്ലാ നയങ്ങളിൽ നിന്നും വ്യതിചലനം സൃഷ്ടിച്ചു പോകുന്നു എന്നുള്ള രൂക്ഷ വിമർശനം സമീപകാലത്ത് നേരിടുന്നത് പിണറായി വിജയൻ്റെ പാർട്ടിയെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് പലരും വരും. ആ പ്രതിഷേധം ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളും ആലോചിക്കും.